A very good afternoon to all. So കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെക്ചറിനെ പറ്റിയായിരുന്നു പഠിച്ചിട്ടിരുന്നത്. ആൻഡ് പേർപ്പസസ് ഓഫ് ലെക്ചറിങ് അവിടെ വരെയാണ് നമ്മൾ കണ്ടിട്ടിരുന്നത്. ഇനി എന്തൊക്കെ രീതിയിലാണ് ഒരു ലെക്ചർ ഇഫക്റ്റീവായിട്ട് ഒരു ടീച്ചറിന് എടുക്കാൻ പറ്റുക, അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. സോ ദ വേരിയസ് ലെക്ചറിങ് ടെക്നിക്സ് ഇൻക്ലൂഡ് the first is voluntary dissemination of information or spontaneity. സോ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും വേണ്ട കാര്യമാണ് സ്പോണ്ടേനിയസ് ആയിരിക്കണം, അല്ലേ? വളരെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലോയിൽ വേണം സംസാരിക്കാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്കുകളും അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് അടുത്ത കാര്യത്തിലേക്ക് ക്ലാരിറ്റി ഇല്ല എങ്കിൽ ആ ഒരു ലെക്ചറിന് യാതൊരു ഗുണവും ഉണ്ടാവില്ല, അല്ലേ? സോ സ്പോണ്ടേനിറ്റി, ഇറ്റ് ഈസ് ദ എസെൻസ് ഓഫ് ലെക്ചറിങ്. റീഡിങ് കണ്ടിന്യൂസ്ലി ഫ്രം നോട്ട് വിൽ ഹാമ്പർ സ്പോണ്ടേനിറ്റി ആൻഡ് റെഡ്യൂസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ്. സോ പലപ്പോഴും എനിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമാവും, ഒരു ടീച്ചർ വന്നിട്ട് ലാപ്പിൽ നോക്കി കണ്ടിന്യൂസ് ആയിട്ട് പെറന്ന് വായിച്ചിട്ട് വിടുകയാണെങ്കിൽ പിന്നെ ടീച്ചറിൻ്റെ ആവശ്യം എന്താ? ആ നോട്ട് കുട്ടിക്ക് കൊടുത്താൽ പോരെ, അല്ലേ? കുട്ടി തന്നെ വായിച്ചോളൂല്ലേ? സോ സച്ച് തിങ്സ് ആർ വെരി ഡേഞ്ചറസ് ഓർ വെരി ഹാംഫുൾ to an effective lecturing method. A teacher should be always spontaneous. She should converse freely with the students, and she should also ensure that she is using a student-friendly vocabulary and language. There is effective preparation of lecture notes. There is objective evaluation of life experiences and thorough practice. So these are the things which can be done in order to develop spontaneity. So spontaneity develop ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ്, ഒന്ന്, സ്റ്റുഡൻസിന് മനസ്സിലാവുന്ന രീതിയിലുള്ള വൊക്കാബുലറിയും ലാംഗ്വേജും യൂസ് ചെയ്യുക. ലൈക്ക് ഭയങ്കര ഹൈഫൈ ഇംഗ്ലീഷിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവണം എന്നില്ല, അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ ഒരു നാഷണൽ ലെവൽ വെബിനാർ നടക്കുമ്പോൾ ആ ഒരു വെബിനാറിൽ ഇന്ത്യയിലെ പല ആൾക്കാർ അറ്റൻഡ് ചെയ്തെന്ന് വരും, അല്ലേ? അവിടെ ഒരു സ്പീക്കർ വന്നിട്ട് മലയാളത്തിൽ സംസാരിക്കുകയാണ്, എല്ലാവർക്കും മനസ്സിലാവുമോ? ഇല്ല. സോ ഓൾവേസ് ഹാവ് എ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി വൊക്കാബുലറി ആൻഡ് ലാംഗ്വേജ്. ലെക്ചറിന് മുമ്പേ നല്ലപോലെ പ്രിപ്പയർ ചെയ്യണം. സോ വെറുതെ ഒരു സ്ലൈഡ് എടുത്തുകൊണ്ട് വന്നിട്ട് ക്ലാസ്സിൽ എന്തെങ്കിലും പറഞ്ഞു പോവല്ല വേണ്ടത്. ദർ ഷുഡ് ബി ആഡിക്വേറ്റ് പ്രിപ്പറേഷൻ ഓഫ് ലെക്ചർ നോട്ട്സ് ബിഫോർ the class. There should be objective evaluation of the life experiences. So ലെക്ചറിൻ്റെ ഒപ്പം തന്നെ അതിനോട് അസോസിയേറ്റഡ് ആയിട്ട് ടീച്ചറിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ മേക്ക് ദ ലെക്ചർ മോർ ഇഫക്റ്റീവ്. കുട്ടികൾക്ക് കേൾക്കാനും അത് ഇഷ്ടമാവും. സോ സച്ച് തിങ്സ് ഷുഡ് ബി ഇൻകോർപ്പറേറ്റഡ് and thorough practice is very necessary in order to have a good lecturing technique. സോ ആദ്യത്തെ ലെക്ചറിങ് ടെക്നിക്കാണ് വോളണ്ടറി ഡിസെമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ ഓർ സ്പോണ്ടേനിറ്റി. ഇനി രണ്ടാമത്തേതായിട്ടുള്ള കാര്യമാണ് വോയിസ് ഗ്രഡേഷൻ ആൻഡ് വോയിസ് ക്വാളിറ്റി. സോ ഇത് നിങ്ങൾക്ക് ഈ ഒരു പേരിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു ടീച്ചർ വന്നിട്ട് ഒരേ ടോണിൽ സംസാരിക്കുകയാണ്, മോണോട്ടോണസ് ആണ്. വി ഹാഡ് എ ടീച്ചർ, നഴ്സിംഗ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. ഞങ്ങൾ കമലേഷ് മാം എന്നാണ് പേര്, ഞങ്ങൾ കമലു എന്നാണ് വിളിക്കുക. സോ കമലു മാം വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്വീറ്റ് സൗണ്ടാണ്. എന്നിട്ട് മാം ഇങ്ങനെ വളരെ പതിയെ സംസാരിക്കുകയുള്ളൂ, ഒട്ടും വോയിസ് റേസ് ചെയ്യില്ല, ഒട്ടും ആ ഒരു മോണോട്ടോണസ് ലെവലാണ്. അപ്പോൾ കമലേഷ് മാം ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് കുട്ടികൾ പറയും കമല് വന്നിട്ടുണ്ട്, ഉറങ്ങാറായിട്ടുണ്ടെന്ന്. ലൈക്ക് ഒരേ സ്വീറ്റ് വോയിസ് കേൾക്കുമ്പോൾ നമ്മൾക്കിങ്ങനെ താരാട്ടുപാട്ട് കേൾക്കുന്ന പോലെ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയ ക്ലാസ് ആയിരുന്നു. സോ സച്ച് തിങ്സ് ഷുഡ് ബി അവോയ്ഡഡ്. ദർ ഷുഡ് ബി പ്രോപ്പർ വോയിസ് ഗ്രഡേഷൻ ആൻഡ് ദർ ഷുഡ് ബി പ്രോപ്പർ വോയിസ് ക്വാളിറ്റി. വോയിസ് ഗ്രഡേഷൻ എന്ന് പറയുമ്പോൾ സ്ട്രെസ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരു വോയിസിലൊരു മോഡുലേഷൻ കൊടുക്കണം. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ആ ഒരു വോയിസ് മോഡുലേഷൻ താഴേക്ക് പോകണം. സോ ദിസ് ആഡിക്വേറ്റ്
pitching as well as control of volume. It is known as voice gradation. So periodical alteration of pitch and volume while lecturing with conscious effort for voice gradation is required, and this is required in order to highlight the important points and to attain the objectives of the class. So voice gradation and voice quality ഇതാണ് രണ്ടാമത്തെ നമ്മളുടെ lecturing technique. ആദ്യത്തേതായിരുന്നു voluntary dissemination of the information or spontaneity. Now let's see the third lecturing technique, which is adequate pacing. So കുട്ടികളുടെ റിസെപ്റ്റിവിറ്റി ലെവൽ അനുസരിച്ചായിരിക്കണം ഒരു ടീച്ചർ ക്ലാസ്സിൽ പേസ് ചെയ്യാനായിട്ട്. ലൈക്ക് ദർ ക്യാൻ ബി ഫാസ്റ്റ് പേസ് ആൻഡ് ദർ ക്യാൻ ബി സ്ലോ പേസ്. ചില ആൾക്കാർ ഭയങ്കര സ്പീഡിലായിരിക്കും സംസാരിക്കുക അല്ലേ? അപ്പോൾ നമ്മൾ ഇവരെന്താ സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ട് വി ഹാവ് ടു കീപ് മോർ സ്ട്രെയിൻ. അതേസമയം ചില ആൾക്കാർ ഭയങ്കര സ്ലോ ആയിട്ട് സംസാരിക്കുക, എഴഞ്ഞെഴഞ്ഞായിരിക്കും പോവുക. സോ ഈ ആൾക്കാർ അവസാനം എന്തായിരിക്കും പറയുക എന്ന് നമ്മൾ മടുപ്പ് പോകും അല്ലേ? ദാറ്റ് ഈസ് വൈ വി ഷുഡ് ഹാവ് ആഡിക്വേറ്റ് പേസിങ് ഇൻ ദ ക്ലാസ്. And this pacing should be according with the receptivity level of the students. So കുട്ടികളുടെ ഇൻ്റലക്ച്വൽ ലെവൽ എത്രയാണ്, അവർക്ക് എത്രമാത്രം കാര്യങ്ങൾ അറിയാം, ഇതനുസരിച്ചായിരിക്കണം ഒരു ടീച്ചർ ക്ലാസ്സിൽ പേസ് ചെയ്യാനായിട്ട്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഓൾറെഡി അവർ പഠിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ ദേ ക്യാൻ യൂസ് എ ഫാസ്റ്റ് പേസ്. അതേസമയം പുതിയതായിട്ടൊരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഇത്തിരി കട്ടിയുള്ള ഒരു കാര്യമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ദേ ഷുഡ് യൂസ് സ്ലോ പേസിങ്. സോ ദിസ് ഇസ് ഹൗ ടു യൂസ് ആഡിക്വേറ്റ് പേസിങ് ഇൻ ദ ക്ലാസ്. എ ടീച്ചർ ഹാസ് ടു ഓർഗനൈസ് ദ കണ്ടൻസ് ഇഫക്റ്റീവ്ലി and pace the lecture in a comprehensible manner, and this should be according to the receptivity level of the students. The teacher should use a routine pacing of going fast while teaching simple topics and going slow while teaching difficult areas. So നമ്മൾ പഠിച്ച 3 lecturing techniques ഏതൊക്കെയായിരുന്നു? Adequate pacing, voice gradation and voice quality and spontaneity. ഇനി അടുത്ത ലെക്ചറിങ് ടെക്നിക്കാണ് പ്രോപ്പർ ബോഡി ലാംഗ്വേജ്. സോ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ബോഡി ലാംഗ്വേജ്. ചില ആൾക്കാരുണ്ട്, ചില സ്പീക്കേഴ്സൊക്കെ ഉണ്ട്, പോഡിയത്തിൽ വന്നിട്ട് ഇങ്ങനെ കമന്നങ്ങോട്ട് പോഡിയത്തിലേക്ക് കിടക്കും. എന്നിട്ട് ആ ഫുൾ ലെക്ചർ ഇങ്ങനെ കമന്ന് വളഞ്ഞു കൂടിയിട്ടായിരിക്കും ആ ഫുൾ ലെക്ചർ കംപ്ലീറ്റ് ചെയ്യുക. നേരെ മറിച്ച് ചില ആൾക്കാരുണ്ട് ഭയങ്കര റിജിഡായിരിക്കും, അവരിങ്ങനെ കൈയൊക്കെ കെട്ടി മസിലൊക്കെ പിടിച്ച് അങ്ങനെയായിരിക്കും ഫുൾ ക്ലാസ് എടുക്കുക. അതേസമയം വേറെ ചില ആൾക്കാരുണ്ട് ഭയങ്കര ഷൈ ആയിട്ടുള്ള ആൾക്കാർ, അവർ കുട്ടികളുടെ കണ്ണിലേക്ക് നോക്കിയേയില്ല. ഒന്നെങ്കിൽ ഭിത്തിയുടെ മുകളിലേക്ക് നോക്കും, അല്ലെങ്കിൽ ബോർഡിലേക്ക് നോക്കും, അല്ലെങ്കിൽ സ്ലൈഡിലേക്ക് നോക്കും. ഇനി വേറെ ചില ആൾക്കാരുണ്ട് അവർ എക്സസീവായിട്ട് കൈയും കാലും ഒക്കെ യൂസ് ചെയ്യും. So all this hampers the lecturing technique. A teacher should have proper body language. So a teacher should be aware about the body language while lecturing. She should maintain proper eye contact with the students. This is very essential. ഒരു കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ആ കുട്ടി ക്ലാസ്സിലാണോ ശ്രദ്ധിക്കുന്നത് എന്ന് നമ്മൾ ഒരു ടീച്ചറിന് മനസ്സിലാക്കാൻ കഴിയണം. അതോടൊപ്പം തന്നെ ഒരു ടീച്ചർ കണ്ണിൽ നോക്കി പഠിപ്പിക്കുമ്പോൾ ആ ടീച്ചറിൻ്റെ മുഖത്തുനിന്ന് അല്ലെങ്കിൽ ശ്രദ്ധ വഴിതെറ്റി പോകാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ്. മൂവ് ടുവേഴ്സ് ദ സ്റ്റുഡൻസ് ഇൻ ബിറ്റ്വീൻ റാദർ ദാൻ കണ്ടിന്യൂസ്ലി സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ പോഡിയം. സോ പോഡിയത്തിൽ നിന്ന് പഠിപ്പിക്കുന്നത് ചില ആൾക്കാരുടെ ശീലമാണെങ്കിലും ദാറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ടോട്ടലി ഡ്യൂറിങ് ദ ലെക്ചർ. കുട്ടികളുടെ ഇടയിൽ കൂടെ നടന്ന് വേണം പഠിപ്പിക്കാനായിട്ട്. സോ ദാറ്റ് എ ടീച്ചർ ഗെറ്റ്സ് എൻ ഐഡിയ, ക്ലാസ്സിലെ ആൾക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് പ്രോപ്പറായിട്ട് ഒരു ടീച്ചറിന് അറിയാൻ പറ്റും. മോഡസ്റ്റ് യൂസ് ഓഫ് ഹാൻഡ്സ് ആർ റെക്കമെൻഡഡ് റാദർ ദാൻ കീപ്പിംഗ് ആംസ് ക്രോസ്ഡ് ഓർ ക്ലാപ്സ്ഡ് ബിഹൈൻഡ്. സോ കൈ കെട്ടി പുറകിൽ നിൽക്കുകയോ അല്ലെങ്കിൽ കൈ ഇങ്ങനെ മസിൽ പിടിച്ച് ക്രോസ് ചെയ്ത് പിടിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. മോഡസ്റ്റ് ആയിട്ട് കൈയുടെ മൂമെൻറ്റ്സ്